ഇതാണ് മക്കളെ ഇണ്ടിലി. ഇണ്ടിലി അതും സന്തോഷിക്കണം. ഇണ്ടിലിയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മളൊക്കെ അവിടെ ഉണ്ട്, അപ്പുറത്ത് വണ്ടി കേൾക്കുന്ന. അതേപോലെ കുട്ടികളെ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനിവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഞാൻ അടുക്കളയിലാണ്. ഞാൻ രാവിലെ എണീച്ച് ചായക്കടി ഇതെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. ഇനി എന്നും രാവിലെ ഇങ്ങനെ തന്നെ ആയിരിക്കും. രാവിലെ തന്നെ മോർണിംഗ് റൊട്ടീൻ തന്നെ തുടങ്ങേണ്ടി വരും. കാരണം ഇനി സ്കൂൾ തുറന്നില്ല. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി. കാരണം എനിക്കിഷ്ടമാണ്. വീട്ടിലിരുന്ന് മടുത്ത് 2 മാസമാണെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറന്നാൽ നമുക്ക് നമ്മളെ ഡ്യൂട്ടി രാവിലെ പോയി വൈകുന്നേരം വൈകുന്നേരം വന്ന് കുറച്ച് അച്ഛനെ പണിയെല്ലാം എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോകുന്ന അങ്ങനത്തെ ഇത് ഇഷ്ടം. ഇവിടെ ഇങ്ങനെ ബാറടിച്ച് ഇരുന്ന് ചടക്കും. നമുക്ക് പറഞ്ഞാൽ നമ്മളതായിട്ടൊരു ചിട്ടയിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നു വേണം. പിന്നെ ഇപ്പം എന്താ വേറെന്താ പ്രത്യേകിച്ച്? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്നലെ നല്ല മഴയെല്ലാം പെയ്തല്ലേ? നല്ല മഴ പെയ്ത് നല്ല തണുത്ത് പോയില്ല എല്ലായിടത്തും. ഭയങ്കര ചൂട് തന്നെയല്ലേ? എൻ്റെ കൈയൊക്കെ അല്ലേ ഇങ്ങനെ നെല്ലിയില്ല. കൈ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ ചുമന്നിട്ടേനും പിന്നെ ചൂട് പൊട്ടിയിട്ട് എൻ്റെ കൈയിനാണ് ഏറ്റവും അധികം ചൂട് ബാധിക്കുന്ന സ്ഥലം കേട്ടോ. എനിക്ക് അടുക്കളയിൽ കയറിയാൽ തന്നെ നമ്മൾ അടുപ്പ് കത്തിക്കൂലേ, ആ സമയത്ത് തന്നെ എൻ്റെ ചൂട് തട്ടിയാൽ തന്നെ എൻ്റെ കയ്യിന് പൊന്തും. ചെറിയ ചുമന്ന കുരു പോലത്തെ. അന്ന് ഇത് നമ്മളെ സൂര്യൻ്റെ ചൂടും കൂടി ആയപ്പോഴത്തേന് താങ്ങിയില്ല. അത്രയും ചൂടല്ലേ ഇപ്പോൾ. ഭയങ്കര ചൂടായിട്ട് കൈയെല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ ഞാൻ പോയി പെരിന്തൽമണ്ണ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കലാമിൻ ലോഷൻ തേച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ കലാമിൻ ലോഷൻ തേച്ചപ്പോൾ ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു. ചുമപ്പിനൊക്കെ ഒരു കുറവുണ്ടായി. ചൂട് പിന്നെയും പൊട്ടി. പക്ഷെ എന്നാലും ലോഷൻ തേച്ചെടുത്ത് കൈയാണെന്നില്ലൊരു ഇതൊക്കെ ഓലം വന്നീന്. മറ്റേ എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ ആയിപ്പോയിന്. അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെ നിങ്ങളെ വിശേഷം? എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അഭിപ്രായം പറയൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് നമ്മളെ വീഡിയോ. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇക്ക വന്നിട്ട് കാണാം. ഇക്ക അവിടെ ഓട്ടർഷ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് ഇക്കാനും കൂടെ ഇരുന്നിട്ട് കുറച്ചേരം സംസാരിക്കുന്നുണ്ട്. നോക്കട്ടെ എത്തിയിട്ട് നല്ല മഴ ചെയ്തില്ല, വെള്ളമെല്ലാം വച്ചില്ല കേട്ടോ. ഞാൻ കഴിയൂല അപ്പം തന്നെ കരുതിട്ടോ. കുറച്ചേരം കൂടി എനിക്കവിടെ പണിയുണ്ടായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ തീർക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ അതിന് ഇക്കാൻ്റെ ഓട്ടർഷ ഇതിനൊക്കെ കഴിഞ്ഞ് ഇക്ക ഉള്ളിലെത്തിയിട്ട് ഞാൻ കാലെല്ലാം ദിവസം അതിനെ അതേപോലെ പൊട്ടിച്ചു. എന്താ തോന്നുന്നേ? എന്താ തോന്നുന്നല്ലോട് പറയും. ഇന്ന് രാവിലെ ചായ അടിച്ചാൽ വന്നിട്ടില്ല അഭിപ്രായം. ഇന്ന് കുറേ ഇണ്ടിലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇണ്ടിലി കുഴപ്പമില്ല. മറ്റെപ്പോ ദോശ കിട്ടല്. തട്ടുകടയിൽ ദോശയാണ് എളുപ്പം. കറിയതാ ഒരു കയ്യില് തരുമോ? കയ്യില് വേണം. സോറി ഗേസ്, ഞാൻ കയ്യിലിട്ടെടുക്കാൻ മറന്നിട്ടുണ്ട്. ഹായ്. ഇതാണ് മക്കളെ ഇണ്ടിലി. അതും സന്തോഷിക്കണം. ഇണ്ടിലിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കരുതിയിട്ടുണ്ടാവുകയാണെങ്കിൽ ഇത് ബലമായിരിക്കും എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും മനസ്സിലല്ലേ. അപ്പൊ തിന്നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് സോഫ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ഇല്ല. ഇത് ദിവസവും ദോശയും കണ്ടോടെ ദോശ. ആ ദോശ ദിവസവും ഇടക്കെങ്ങാനൊരു പുട്ടോ നല്ല ഇഡലിയോ ഒരു 10 കിലോ കിട്ടും. അങ്ങനെ കിട്ടുമ്പോ ഒരു സന്തോഷം. അപ്പൊ ദിവസം ഇഡലി ഇടാൻ ആർക്കാ കഴിയാ? ദിവസം ചൂടാ വെറൈറ്റി ആക്കി ചൂടുക. ആയിക്കോട്ടെ. ഇന്ന് കഴിയുമ്പോഴാണ് നമ്മള് മറ്റേ പരിപാടി എടുക്കല്ലോ. എടുക്കണം. ഞാൻ പറയാനങ്ങ് മറക്കോ? മറക്കല്ലോ. ഇന്ന് കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ തട്ടി ഒപ്പിച്ചിട്ടുള്ള ദോശനെ ഞാൻ പൊടി കഴിഞ്ഞാൽ എളുപ്പം കൊണ്ടുവരാൻ പറയാം. എന്താ അറിയാം, അങ്ങനെ നമുക്ക് നേരെ വെക്കുകയാണെങ്കിൽ എളുപ്പം എന്തെങ്കിലും കടി ഉണ്ടാക്കി കൊടുക്കണമല്ലോ. കടിയിലായിരിക്കാൻ പറ്റില്ലല്ലോ രാവിലെ. കടിയില്ലെങ്കിൽ ഒരു ചായക്കടി ഒന്നുമില്ലാന്ന് പറയും. അപ്പൊ ദോശങ്ങൾ ചുട്ടുകൊടുത്താൽ കടിയില്ലാന്ന് പറയില്ല. അതും ഒരു ഉള്ളിനേക്കാളും കറിയോ അല്ലെങ്കിൽ ഒരു കടലക്കറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കും അല്ലേക്കാ. അങ്ങനെ അങ്ങ് ഒപ്പിച്ചു. ഇക്കാക്ക് പിന്നെ എന്തായാലും സമാധാനം എന്നറിയോ.
ഇതിപ്പോ കുറച്ച് മോശമായാലും തിരക്കില്ല. 10 മണിയായോ പൊറാട്ടയും ചായയും കുടിച്ചാലോ പുറത്തുനിന്ന് അത് എഴുതിയിട്ട് ഇക്കാം ഇഞ്ചോടെ ദിവസം പറയേക്കാം എനിക്ക് ചായയും കടിയൊന്നും വേണ്ട, ഞാൻ പോകുന്നത്, ഞാൻ അവിടുന്ന് കുടിച്ചോട്ടെ. പിന്നെ ദിവസം ദോശ കഴിഞ്ഞാ പിന്നെ എന്താ പറയണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഞങ്ങൾക്കും കൊടുത്ത ചായയും കടിയൊന്നും വേണ്ട. എന്തായാലും ഇന്നത്തെ സൂപ്പറായിട്ടുണ്ടല്ലേ വീട്ടില്. ഇഡ്ഡലി അടിപൊളിയാവും. എങ്ങനെ അറിയാം, നമ്മൾ 2 ഗ്ലാസ് അരി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്നതിലിടണം. എന്നാ കറക്റ്റ് ആവും. നമ്മൾ 1 ഗ്ലാസ് ഉഴുന്നിട്ടാലേ പിന്നെ കണക്കായില്ലേ. അപ്പൊ എന്തായാലും ഞാൻ അതുപോലെ ചെയ്ത് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നിട്ടു. അതുകൊണ്ട് ഇന്ന് നല്ല ഇഡ്ഡലി കഴിക്കാനായി. ബീഫുണ്ട് വേണോ തൊട്ടുകൂട്ടാൻ? അടിപൊളി. ഞാൻ ചട്നി ബീഫും ഇഡ്ഡലിയും പൊളിയാ. അതിലെ ബീഫ് അങ്ങ് എടുത്തോണ്ടിരിക്കുക, നല്ല സാധനം. ചട്ടിലി ഇഡ്ഡലി ബീഫ് വേണ്ട സാധനം കേട്ടോ. പിന്നെ തിന്നോട്ടല്ലേ, ടേസ്റ്റ് ഉണ്ടോ നോക്കാതെ. പിന്നെ വേറെ എന്തൊക്കെ നിങ്ങളെല്ലാവരും വിശേഷം? നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ഇന്നെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്താ ചായക്കടിയിൽ നിന്ന്. നിങ്ങളെ വീട്ടിലൊക്കെ ഇന്ന് രാവിലെ എന്താ ചായക്കടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പിന്നെ എല്ലാരും കാണണല്ലോ ഒന്ന് കമന്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്താ കടി ഉണ്ടാക്കിയ. പിന്നെ മാത്രം ഞാൻ ദോശ ഇടുകയെന്ന് പറയുന്നുണ്ടോ ഒന്ന് പറയണം. 10 വെള്ളപ്പോ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാക്കും. പിന്നെ ചില ആൾക്കാർ ദോശ ചൂടും, പോലെ ഡൈലി വിടൂല. ആയിക്കോട്ടെ ശരി, സമ്മതിച്ചു. സോറി. ഇനി നമ്മൾ മാറ്റി ചുട്ടരാം മുതലാളി. അപ്പം തന്നെ നമുക്ക് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, അതെല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇന്ന് ഇഞ്ചക്കാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ലൈക്ക് അടിച്ചു കൊടുക്കണേ. ലൈക്ക് അടിച്ചാൽ പറഞ്ഞാൽ എന്തിനറിയോ, ഇക്കാരനില്ല ഇന്ന് പൂ പോലത്തെ ഇഡ്ഡലിയാണ്, അതുകൊണ്ട് എനിക്കൊരു സന്തോഷമായി. അതുകൊണ്ട് ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ മക്കളെ, നമ്മളെ 2 മക്കളും കിടന്ന് ഉറങ്ങുന്ന കേട്ടോ. ഇനിയിപ്പലെ വിളിച്ചിട്ട് വേണം ചായ എല്ലാം കൊടുക്കാൻ. ഇക്കാൻ്റെ കൂടെ ഒന്ന് പോകണം, നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓലെ വിളിക്കട്ടെ. ഞാനിപ്പോൾ നമ്മൾ പാത്തൂസും നീച്ചൂസൊക്കെ നീറ്റ് വന്നിരിക്കുന്ന കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ പാത്തൂസ് കുറുമ്പ് കാട്ടുന്നതാണ്, അത് വേണം ഇത് വേണം. കാരണം ഓളെ ഉറക്ക് കഴിഞ്ഞിട്ടല്ലല്ലോ ഓളെ എണീറ്റ്, നമ്മൾ വിളിച്ചതല്ലേ. അങ്ങനെ ഇനി കുട്ടികളെ ചായ നീക്കാൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തോട്ട്. ഈ സ്ഥലം ഞാൻ കേട്ടോ. ഏതായാലും ഇക്ക അങ്ങോട്ട് തന്നെയല്ലേ ഓടാനും പോകും. അപ്പം ഞാനും ഇക്കാൻ്റെ ഒപ്പം കയറി കൂടുന്ന കേട്ടോ. ഞാനും പോരുന്നതാണ്. എന്നാൽ പിന്നെ ഒന്ന് ബസ്സിന് പോവാൻ നിൽക്കണ്ടല്ലോ ഞാൻ. ഏതായാലും ഒക്കെ പോവല്ലേ. അപ്പോൾ കൂട്ടുകാരെ ഇനിയിപ്പോൾ അവിടെ എല്ലാം എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടേക്കാണ് പോയത് എന്നുള്ളതൊക്കെ. ഞാനിപ്പോൾ ഇതാ നമ്മൾ റെയിൽവേൻ്റെ അവിടെ ആ പാലല്ലേ, പാലത്തിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ പോണത്. റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ മിസ് ചെയ്യുന്നു നമ്മൾ വണ്ടൂർക്ക് പോകുന്ന ഓർമ്മകളായവർക്കും. ജസ്റ്റ് രാവിലെ അവിടെ പോയിട്ട് ട്രെയിൻ കയറിപ്പോയിരുന്നത്. ഇപ്പോൾ എന്തോ ഒരു മിസ്സിങ് അവിടെ ഇങ്ങനെ കാണുമ്പോൾ ആ യാത്രേന് സുഖം. ഇത് വളാഞ്ചേരി റൂട്ടിലേക്ക് ബസ് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വണ്ടൂർക്ക് തന്നെ പോയാൽ മതിനു എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ അങ്ങനെ പോയി നമ്മൾ പോയിട്ടോ എത്തി. അവിടെ നമ്മൾ പോയി എത്തിയ സ്ഥലമാണ് ഇത് മക്കളെ. നമ്മൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അത് ഹോസ്പിറ്റലിൽ ഞാൻ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എളാപ്പാൻ്റെ മോളെ കുട്ടിയുടെ അഡ്മിറ്റ് ഉണ്ട് കാരണം ഞാൻ കുറേ തിരഞ്ഞു, ഞാൻ കണ്ടില്ല. ഞാനോട് പോന്നു കേട്ടോ. കാരണം ഞാൻ സ്റ്റെപ്പ് ഇത് ഫുള്ളും കയറി 6ാം നില വരെ കയറി കാണില്ല. അതിൽ ലാസ്റ്റ് ചോദിച്ചായിരുന്നു. പിന്നെ കുഞ്ഞാമ്മാൻ്റെ നമ്പറും ഇല്ല. നമ്പർ വിളിച്ചുമ്പോൾ ഇവിടെയാണ് എടുക്കുന്നത് വീട്ടിൽ. അപ്പോൾ പിന്നെ ഞാൻ ഇനി അധികം റിസ്ക് എടുത്തില്ല. കാരണം ഹോമിയോ ഡോക്ടറെ അടുത്തേക്ക് പോവാണ്ട്, കുട്ടീനെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ആക്കിയതല്ലേ. അപ്പോൾ ഞാൻ കരുതിന്ന് ഞാൻ വീട്ടിൽ തന്നെ പോരാന്ന് കരുതിക്കാണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ പോന്നു കേട്ടോ. വീട്ടിലേക്ക് പോരാന്ന് കരുതി ഇനി എനിക്ക് ഹോമിയോനെ കാണിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് പോന്നിട്ട് വേണമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കൂട്ടുകാർ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ നമ്മൾ ബസ്സിലാണ്. ഇനി മങ്കട ഹോമിയോനെയും കൂടി കാണിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.